ഹായ് ഗായ്സ്, നാളെ നമ്മൾ ഒരേവയാണ്. The next morning. We gather for multiple purposes. The next morning. A parenting session by Dr. Adnan Khan. Then, award ceremonies to honor those who have demonstrated outstanding achievement. കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാംസ് അത് 2024 ഒരേവെക്കാണ് എത്തിയിട്ടുള്ളത്. ഈ പരിപാടിക്കായി എത്തിച്ചു വന്നിട്ടുള്ള നമ്മുടെ ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സെഷനാണ്. ഇന്നത്തെ ഈ മോഡേൺ കാലഘട്ടത്തിൽ, ആധുനിക യുഗത്തിൽ എന്തിനാണ് പാരന്റ്സിന് ഒരു ക്ലാസ്? യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഇല്ലേ, ഒരുപാട് സെഷൻ കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ ഗൈഡ് സെഷന് ആര് അറ്റൻഡ് ചെയ്യാനും അതിലൂടെ പലരുടെയും ജീവിതത്തിന് കറകൾ നീക്കം ചെയ്ത് പുത്തനുകൾ നേടിയ the real guide. With great heart and privilege, we extend a heartfelt invitation to Guide Adnan Hadi sir to grace us with your presence and deliver the parenting session. പറയുന്നത് പോലെ പറയണം അല്ലേ? നമ്മുടെ കുട്ടികൾക്ക് നല്ല ഡിസിപ്ലിൻ വേണം. എല്ലാവർക്കും അറിയില്ല, ഉണ്ടോ? ഉണ്ടില്ലേ? അതുകൊണ്ടായിരിക്കും 9 മണിക്ക് 5 ആളുകൾ ഡിസിപ്ലിൻ ആയിട്ട്. മനസ്സിലായോ? ക്ലിയറായോ? അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, പറയേണ്ട പോലെ പറയണം. എങ്ങനെ പറയണം? പറയേണ്ടത് പോലെ പറയണം. എങ്ങനെയാണ് പറയേണ്ടത് പോലെ പറയാം? നമുക്കൊരു വിഷയത്തിലേക്ക് വരാം. പാരൻസിന് മാത്രം ഇരിക്കുകയാണ്. ഓരോരുത്തരും കേട്ടാൽ പാരൻസ് എന്നോട് പറയുമ്പോൾ എന്തായാലും സ്റ്റുഡൻസിനകത്ത് ഇവർക്ക് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ എത്രയും കഷ്ടപ്പെടുന്നു, നമ്മൾ എത്രയും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതിലൊന്നും ഇവർക്ക് ഒരു വിലയില്ല. ഇവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല, ഇവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഞാൻ പാരൻസിന് കുട്ടികളോട് മനസ്സിലാക്കാത്ത നോക്കിയിട്ട് ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. ശരിയാണ്, മനസ്സിലാക്കുന്നില്ല. ഇത് കഴിഞ്ഞ് ടീച്ചേഴ്സിനൊക്കെ ഞാൻ ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ഉപദേശിക്കുന്നത്, നിങ്ങളെ ഒരു ഫ്രണ്ട് വന്ന് നിങ്ങൾക്ക് കാര്യം പറയുന്നത് ഏതാ നിങ്ങൾ സ്വീകരിക്കാം? ഒരു പ്രശ്നം വന്നു, കുടുംബത്തിൽ കാരണവന്മാരൊക്കെ ഉണ്ട്. കാരണവന്മാരെ മുന്നിൽ നമ്മൾ മറ്റേ സ്ഥലത്ത് കൂട്ടി ഓക്കെ 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 അച്ഛാ ഓക്കെ ഒരു പറഞ്ഞുകൊണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ പറയട്ടെ, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഫ്രണ്ട്, കമ്പനിക്കാർ, നമ്മളെ വൈകിട്ടുള്ളവർ അതിനൊരു കൺക്ലൂഷൻ വരും. അതുകൂടി എടുത്തിട്ടല്ലേ നമ്മൾ ഫൈനലൈസ് ചെയ്യണം എല്ലാ കാര്യങ്ങളും. എന്തുകൊണ്ടാണ്? നമുക്ക് ഈക്വൽ പൊസിഷൻ കിട്ടുന്ന, ഈക്വൽ സ്പേസ് കിട്ടുന്നിടത്താണ് നമ്മൾ വേഗം സജഷൻസ് എടുക്കാം. അപ്പോൾ അത് അഡ്വൈസ് അല്ല, സജഷനാണ്. നമുക്ക് മുകളിലുള്ള ആൾ തന്നെ നമുക്ക് അഡ്വൈസ്. അവിടെ നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്യില്ലേ? ആരാണ് ഞങ്ങൾ സിനിമ ഒന്നും കാണാറില്ല. അവസ്ഥ നാഗവലിയാരാ മനുഷ്യതായ മുന്നില് കഥാപാത്രല്ലേ ഒന്ന് മനസ്സിലാക്കുന്നതാണ്. അതിനൊരു ആ മൂവി ഒന്ന് റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നാഗവല്ലിയായിട്ട് ശോഭനയിൽ ആ ക്യാരക്ടറിസ്റ്റിക് പ്രകടമാകാനുള്ള കാരണം കുട്ടിക്കാലമായിരുന്നു. ശരിയല്ല? ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി ഈ വീട്ടിലെ കുട്ടിയോട് ഈ പരിപാടി കഴിഞ്ഞ് പോകാൻ നേരിട്ടൊരു ഡയലോഗാണ്. എന്താ ഡയലോഗ് അറിയോ? നിന്റെ അമ്മനെ എനിക്ക് തരുമോ ചോദിച്ചിട്ടില്ലേ? നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ അടുത്ത വീട്ടിലെ ആന്റിയെ അമ്മയായി കിട്ടുമോ എന്ന് ചോദിക്കേണ്ട ഗതികേടുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെന്ന പാരന്റ് ഏറ്റവും വലിയ പരാജയമാണ് അല്ലേ? ഏറ്റവും വലിയ പരാജയമല്ലേ? എന്നിട്ടോ അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഞാൻ എന്റെ ആന്റിയെ പാരന്റായി കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അതേ ചോദ്യം എന്റെ വീട്ടിലെ കുട്ടിയെ, എന്റെ സ്വന്തം കുട്ടിയെ
എല്ലാവരും we are a perfect parent. ആ പെർഫെക്റ്റ് പാരന്റ് ആകാൻ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഏതാണോ ആ ഷിഫ്റ്റ് എന്താണോ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് എന്താണോ സ്വന്തം കുട്ടിയുടെ കയ്യിൽ നിന്ന് വീട് പൊട്ടുന്നുണ്ടാകുന്ന ഇമോഷനും അതൊന്ന് അടുത്ത വീട്ടിലെ കുട്ടിയായപ്പോഴേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഇമോഷനും ആ ഇമോഷണൽ ഷിഫ്റ്റ് എൻ്റെ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ കുട്ടി മനസ്സിലാക്കുന്നത് എന്താണോ എൻ്റെ ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട് എനിക്ക് പരാജയങ്ങൾ സംഭവിക്കാം എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വിട്ടു പോകാം പൊട്ടിത്തെറിക്കാം ഒക്കെ സംഭവിക്കാം അപ്പോഴൊക്കെ എൻ്റെ കൂടെ നിന്നിട്ട് അത് തിരുത്തി തരാൻ ഒരാളുണ്ട് ചീത്ത പറയാതെ അകറ്റി നിർത്താതെ ഈ സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാരന്റ് എപ്പോഴും കൊടുക്കൊണ്ടിരിക്കുന്ന ഒരു പാരന്റ് ഈ പാരന്റ് ഇടത്തൊക്കെ വല്ലപ്പോഴായിട്ട് കണ്ണൊന്ന് തോൽപ്പിക്കുമ്പോഴേക്ക് ആ കുട്ടി റെഡിയാവും കാരണം എൻ്റെ അച്ഛൻ എപ്പോഴും ഇങ്ങനെ കണ്ണ് കാണിക്കാറില്ല ഇങ്ങനെ കാണിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഒറ്റ നോട്ടം കൊണ്ട് നിർത്താൻ വേണ്ടി പറ്റൂല നോട്ടം കൊണ്ട് നിർത്താൻ പറ്റും നമുക്ക് അതൊക്കെയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള പാരന്റിങ് ബിഹേവിയർ നമ്മളിൽ പ്രകടമാകണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പാരൻസും കുട്ടികളും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്ത് വരും ചില പാരൻസ് വീണ്ടും പറയും ആദ്യമൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ആദ്യം സംസാരിക്കും ഇത് ആരംഭം കുറിക്കുകയായി ആദ്യത്തെ പരിപാടി 10ാം ക്ലാസ്സിലത്തെ ബിരിജീൻസിൽ നിന്നും അതാ അൽന ഷാജി എല്ലാവരും ഒരു നിറഞ്ഞ കയ്യടി മക്കളെ അടുത്ത നമുക്ക് പാട്ട് പാടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ അക്കാഡമീസിന്റെ സ്വന്തം എന്ന് പറഞ്ഞാണെങ്കിൽ സ്വന്തം